കൊലോസിയർ 4:6 നാം വായിക്കുന്ന ലെറ്റ് യുവർ സ്പീച്ച് ബി ഓൾവേസ് സീസൺ വിത്ത് സോൾട്ട്. ഉപ്പിനാൽ രുചി വരുത്തിയ സ്പീച്ച് ആയിരിക്കണം. എത്രയോ പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ കാര്യമായിരിക്കും പറയുന്നത്, എങ്കിൽ പോലും നമ്മുടെ സ്പീച്ചില് ആ ഉപ്പിന്റെ രുചി ഇല്ലാത്തത് കൊണ്ട് പലരെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങള്, പലരെയും മുറിക്കുന്ന അനുഭവങ്ങള്, അതൊന്നും ഹല്ലേലൂയ കർത്താവിന്റെ ജീവിതം നമ്മളൊന്ന് വെച്ച് നോക്കാം. ലൂക്ക് chapter 4:22 നാം കർത്താവിന്റെ സ്പീച്ചിനെ കുറിച്ച് വായിക്കുന്നത്, people were amazed at what he spoke and they said they were amazed at the gracious words that came. അവന്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ. കർത്താവിന്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകളാ വരുന്നത്. ഞാൻ പല പ്രാവശ്യം ചിന്തിക്കാറുണ്ട്. ഈവൻ ഹല്ലേലൂയ വ്യഭിചാരത്തിൽ നിന്ന് പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നപ്പോ പോലും ഒരു പഴിയോ ഒരു ആ തെറ്റിനെ ഒന്ന് കുത്തി നോക്കുവോ ഒന്നുമല്ല. സിൻ നോ മോർ, ഇനി നീ പാപം ചെയ്യില്ലെന്ന് അവളെ എങ്കിലും ഒരിക്കലും ഇങ്ങനെ കുത്തി നോവിപ്പിച്ച് അന്ന് നമ്മുടെ ജീവിതം ഒന്ന് അളന്നു നോക്കിയാലേ എത്രയോ പ്രാവശ്യം our tongues have not have hurt people. Do not murder എന്നൊക്കെ ഉള്ളത് ഇന്ന് നമ്മൾ മേർഡർ ചെയ്യത്തില്ലായിരിക്കും, എങ്കിലും ഈ മേർഡർ നമ്മുടെ നാവും കൊണ്ട് എത്രയോ പേരെ നാം മേർഡർ ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെയെങ്കിൽ we need to rectify that in our lives. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വളരണമെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൽ we need to rectify that. When we read Ephesians chapter 4:29 നമുക്ക് വായിക്കുമ്പോൾ let no corrupt communication proceed out of your mouth, but that which is good to the use of edifying. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്ക് അതൊരു കോഴ്സ് ജസ്റ്റിങ്ങോ ഒരു ഒരു വെയിറ്റ്ലെസ് ടോക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് അത് ക്രിസ്തുവിന്റെ സ്വഭാവം അല്ല. കാരണം നമ്മൾ ഗോസ്പൽസ് ഒക്കെ നോക്കിയാലും കർത്താവ് വെറുതെ ഇരുന്ന് ജസ്റ്റിങ് ഇങ്ങനെ വെറുതെ ഒരു വിടുവർത്താനങ്ങൾ പറയുവോ, ലൈറ്റ് ടോക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനാണെങ്കിൽ our words should be such that മറ്റുള്ളവർക്ക് that may be good for the use of edifying. ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിൽ ഒന്ന് ബലപ്പെടുത്തുന്ന അങ്ങനത്തെ വാക്കുകളാണ് നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത്. ദാറ്റ് ഇസ് ഗ്രോയിങ് പ്രാക്ടിക്കലി. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ടു ചെക്ക് ഔട്ട് ഹൗ മച്ച് വി ആർ ഗ്രോയിങ്. ഇതിനുശേഷം when we read അതിന് 4:25 ഒക്കെ വായിക്കുമ്പോൾ 4:25 verse, wherefore putting away lying. ശരിക്കും ഞാൻ ഒരുപാട് ചിന്തിച്ചു. കാരണം പല പ്രാവശ്യം ചില സമയത്തൊക്കെ എന്തുവാ വെറുതെ തമാശനാ ചില കാര്യങ്ങൾ നമ്മളങ്ങ് പറയും, ലൈങ്. പക്ഷെങ്കിൽ ദൈവവചനം റെവലേഷൻസിൽ പഠിപ്പിക്കുന്നത് ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട്. ആരൊക്കെ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന്. അവിടെ അഡൾട്ടറേഴ്സ്, ഫോർണിക്കേറ്റേഴ്സ്, സോർസറേഴ്സ്, അവരുടെ ഒക്കെ അതേ ആ വെയിറ്റേജിലാ ലയേഴ്സ് വിൽ ഓൾസോ നോട്ട് എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ലൈങ്ങിന്റെ സ്വഭാവം അത് തമാശനായാൽ പോലും അല്ലെങ്കിൽ ഒരു വെറും വാക്കായാൽ പോലും അത് ക്രിസ്തുവിന്റെ സ്വഭാവമല്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ് മീൻസ് ഗെറ്റിംഗ് റിഡ് ഓഫ് ഓൾ ദീസ് ഹാബിറ്റ്സ് ഫ്രം അവർ ലൈഫ്. അതിനുശേഷം വേഴ്സ് 26 എഫേഷ്യൻസ് 4:26 വരുമ്പോൾ അവിടെ ശരിക്കും കുറച്ച് ചിന്തിച്ചതാ. ബി ആംഗ്രി, സിൻ നോട്ട്. അന്നേരം കോപം വരാം നമുക്ക്. യു മൈറ്റ് ഗെറ്റ് ആംഗ്രി, ബട്ട് പാപം ചെയ്യാതിരിക്കണം. ഹൗ ക്യാൻ ദീസ് ടു തിങ്സ് ബി ഗോ ടുഗെദർ? ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ആംഗർ ഒരു ഇമോഷനാ. അത് വന്നാൽ പോലും the words that we use or the actions that we do, നമ്മുടെ വായിന്ന് വരുന്ന സംസാരങ്ങളും ആ ദേഷ്യമുള്ള സമയത്ത് തന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംസാരമോ നമ്മുടെ ഒരു ആക്ഷനോ ദൈവത്തിന് യോജിക്കാത്തത് ആകാൻ പാടില്ല. ആ കാര്യം നമുക്ക് വി ഹാവ് നോ എക്സ്ക്യൂസ്. അതങ്ങ് ദേഷ്യം വന്നപ്പോ അങ്ങ് പറഞ്ഞു പോയെന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് നോട്ട് ക്രൈസ്റ്റ് ലൈക്നെസ്. അത് ക്രിസ്തുവിന്റെ മെച്യൂരിറ്റി എന്ന് വെച്ചാല് അതാ ശരിക്കും. കാരണം ഞാൻ ആ കാര്യം ചിന്തിച്ചു. ബി ആംഗ്രി ആയാലും സിൻ നോട്ട്. അതുപോലെ അതിന് ശേഷമുള്ളത് ലെറ്റ് നോട്ട് ദ സൺ ഗോ ഡൗൺ അപ്പോൺ യുവർ റോത്ത്. നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്റ്റ് ലൈക്നെസ് വരണമെങ്കിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എത്രയോ പ്രാവശ്യം നമുക്ക് ദേഷ്യം വന്നിട്ട് ആ ദേഷ്യം നമ്മുടെ സോൾവ് ആവാതെ തന്നെ മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് നമ്മൾ എത്ര ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടൈംസ് ഹാസ് ദ സൺ സെറ്റ് ഓവർ അവർ റോത്ത്?
അങ്ങനാണെങ്കിൽ ആർ വി റിയലി ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിക്കും. ബിക്കോസ് ദ തിങ് ഈസ്, നമ്മൾ പാട്ട് പാടി പ്രാർത്ഥിച്ചു, നമ്മളൊരു വി ഗെറ്റ് ഇൻ ടു എ റട്ട്. ലൈക്ക് ഒരു 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 വി ആർ ഒരു ജസ്റ്റ് ഒരു സൈക്ലിക് വേയിൽ നാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നോട്ട് തിങ്കിങ് ഓഫ് എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്റ്റ് ലൈക്നെസ് ആൻഡ് പ്രാക്ടിക്കൽ ലൈഫ് കുറഞ്ഞ്, മീൻസ് ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. ശരിക്കും ആ കാര്യങ്ങൾ ഒക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ 31ൽ നമ്മൾ എന്തൊക്കെ മാറ്റി വെക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന്? ബിറ്റർനെസ്, കയ്പ്, എത്രയോ പ്രാവശ്യം ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. അതൊരു കയ്പായിട്ട്, കയ്പിന്റെ വേരായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഏതോ ഒരു മൂലയ്ക്ക് കാണത്തില്ലേ? എന്നാലും എത്ര സമയം കഴിഞ്ഞാലും നമ്മൾ പറയും, എന്നാലും ആ വ്യക്തി എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അങ്ങനൊക്കെ ആണെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവമാണോ നമ്മളിൽ വളരുന്നത്? കാരണം യൂദാസിനെ കൊണ്ട് നടന്നിട്ട് പോലും 3.5 വർഷം യൂദാ കൂടെ ഉണ്ടായിട്ട് പോലും ഒരു രീതിയിലും, കർത്താവിനെല്ലാം അറിയാമായിരുന്നല്ലോ, എങ്കിൽ പോലും ഒരു രീതിയിലും യൂദാ എങ്ങനൊക്കെ ചെയ്യുമെന്ന് ആ ശിഷ്യന്മാരോട് ഒരിക്കലും ഒറ്റിക്കൊടുത്തില്ല, ഒരിക്കലും കാണിച്ചില്ല, ഒരു ബിറ്റർനെസ്സും കാണിച്ചില്ല. യൂദായെയും പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ സ്നേഹിച്ചതുപോലെ കർത്താവ് സ്നേഹിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് ക്രിസ്തുവിനെ പോലെ നാം ആയിത്തീരണം. എന്ന് വെച്ചാൽ 100% ലൈക്ക് ദ സൺ, 100% ലൈക്ക് ജീസസ്. ദാറ്റ് ഈസ് ഗ്രോയിങ് ടു ദ ഫുൾ സ്റ്റാച്ചർ ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ബിറ്റർനെസ്, ഈ കാര്യങ്ങളൊക്കെ നാം വെച്ചിട്ട് എങ്ങനെ, ഹൗ ക്യാൻ വി സേ ദാറ്റ് യെസ് വി ആർ ബിക്കമിങ് മോർ ലൈക്ക് ക്രൈസ്റ്റ്? വേഴ്സ് 32 നാം വായിക്കുമ്പോൾ, ബി എ കൈൻഡ് വൺ ടു അനദർ. കൈൻഡ്നെസ് നമ്മുടെ ജീവിതത്തിൽ, കൈൻഡ്നെസ്, ഫോർഗിവിങ്, ടെൻഡർ ഹാർട്ടഡ്. ഒരാളുടെ ഒരു വീക്ക്നെസ് കണ്ടാൽ അവരുടെ ആ ജീവിതത്തിലെ ഒരു വീക്ക്നെസ്സാ, അല്ലെങ്കിൽ അവരെ അത് നമ്മൾ എങ്ങനെ അതൊന്ന് സഹിച്ചുകൊണ്ട് അത് അവരെ സ്നേഹത്തോടെ തിരുത്തി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരെ സഹായിച്ച്, അവരെ ക്യാരിങ് ദെയർ ബേർഡൻ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ദാറ്റ് ഇസ് ക്രൈസ്റ്റ് ലൈക്നെസ്. ഒരു ഫോർഗിവിങ് നേച്ചർ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ഏതെന്തൊക്കെ വിഷയം വന്നാലും നമുക്ക് ഫോർഗീവ് ചെയ്യാൻ, വിട്ടുകളയാൻ, മറന്നു പോകാൻ. കാരണം നാം ക്രിസ്തുവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർഗീവ് ചെയ്യണം, കർത്താവ് നമ്മളെ ഫോർഗീവ് ചെയ്യണം എന്നാ. എന്നാല് നാം ഫോർഗീവ് ചെയ്യുന്ന പല പ്രാവശ്യം ഞാൻ ലോർഡ്സ് പ്രേയർ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ദൈവമേ ഫോർഗീവ് ആസ് ഐ ഫോർഗീവ് അതേഴ്സ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ചെറിയ കോർണറിൽ പോലും ഒരാള് പോലും നമ്മളെ വേദനിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ we are not growing in Christ likeness. അതുകൊണ്ട് പ്രാക്ടിക്കലി ഈച്ച് ഡേ നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ നാം ഒന്ന് ശ്രദ്ധിച്ച്, കർത്താവ്, എന്റെ ജീവിതത്തെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, കർത്താവ് എന്നെ സഹായിക്കണം എന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, മോർ ഓഫ് ക്രൈസ്റ്റ് ലൈക്നെസ്. പ്രാക്ടിക്കലി ഓരോ കാര്യത്തിൽ ആ പഴയ മനുഷ്യന്റെ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞു ഓരോ ദിവസവും ദൈവത്തിന്റെ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ ദൈവം എന്നെയും സഹായിക്കണം. നിങ്ങളേവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ പഴയ മനുഷ്യനെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ ഉരിഞ്ഞു കളയുവാൻ